ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് സ്ക്രീനിങ് ആൻഡ് സെലക്ഷൻ ഓഫ് പ്രൊജക്റ്റ്. സ്ക്രീനിങ്ങും സെലക്ഷനും. ഒരു പ്രൊജക്റ്റ് ഏത് തരത്തില് നമ്മൾ സംഘടിപ്പിക്കാം, എന്തൊക്കെ കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ പ്രൊജക്റ്റ് ഐഡിയാസ് അല്ലെങ്കിൽ സോഴ്സസ് ഓഫ് പ്രൊജക്റ്റ് ഐഡിയാസ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. ഇനി അതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ ബിസിനസ് നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് നമ്മുടെ ഫീച്ചേഴ്സ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളെ വെച്ച് അതിനെ ഒന്ന് സ്ക്രീൻ ചെയ്യും. സ്ക്രീൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം ആലോചിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റിന്റെ സ്ക്രീനിങ് നടക്കുന്നത് എന്നുള്ളതാണ് ഇനി ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത്. അത് എങ്ങനെ സ്ക്രീൻ ചെയ്ത് സെലക്ട് ചെയ്യും എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം കോമ്പറ്റബിലിറ്റി വിത്ത് എന്റർപ്രണർ. ഇപ്പോൾ ഞാനാണ് അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് പറ്റാവുന്ന രീതിയിലുള്ള ഒരു ബിസിനസ്, എനിക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് എന്നെ കൊണ്ട് സാധിക്കുള്ളൂ. അപ്പോൾ എൻ്റെ ടാലന്റ് അല്ലെങ്കിൽ എൻ്റെ സാഹചര്യങ്ങൾ, എൻ്റെ കയ്യിലുള്ള ഫണ്ട്, എൻ്റെ ലേബർ അവൈലബിലിറ്റി, റോ മെറ്റീരിയൽ അവൈലബിലിറ്റി എല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തെ കോമ്പറ്റബിലിറ്റി വിത്ത് എന്റർപ്രണർ. രണ്ടാമത്തെ കാര്യം കൺസിസ്റ്റൻസി വിത്ത് ഗവൺമെന്റ് റെഗുലേഷൻസ് ആൻഡ് പ്രയോറിറ്റീസ്. ഇനി എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമല്ല അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, അത് ഗവൺമെന്റ്, നമ്മൾ ഏത് രാജ്യത്ത് നിലകൊള്ളുന്നുവോ അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് ജീവിക്കുന്നുവോ അല്ലെങ്കിൽ ബിസിനസ് നടത്താൻ ഉദ്ദേശിക്കുന്നുവോ അവിടുത്തെ ഗവൺമെന്റ് റൂൾസും പ്രയോറിറ്റീസും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടുള്ള കാര്യം, നമ്മളൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ബിസിനസ് ആണ് നടത്തുന്നതെങ്കിൽ അതിന്റെ ഇൻപുട്ടിന്റെ അവൈലബിലിറ്റി വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. എന്നാലല്ലേ നമുക്ക് പ്രൊഡക്ഷൻ നടത്താനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ സെയിൽ നടത്താനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇൻപുട്ട് കിട്ടിയാലും മാത്രം പോരാതെ എന്ത് വേണം, മാർക്കറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ. നമ്മുടെ കൺസ്യൂമേഴ്സ് ഫാർ ആണ് അല്ലെങ്കിൽ ദൂരെയാണ് അല്ലെങ്കിൽ നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ അതിനു വേണ്ടി മെനക്കെട്ടിട്ട് കാര്യമില്ല. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനുള്ള മാർക്കറ്റ് നമുക്ക് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഇത് മെനക്കെടുന്നതിനുള്ള ലാഭം ഉണ്ടാവുമോ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഇതിനെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് വല്ല ഉപകാരമുള്ളതാണെങ്കിലല്ലേ നമ്മൾ ഇതിനു വേണ്ടി ടൈം മെനക്കെടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പൊ പ്രോഫിറ്റബിലിറ്റി നോക്കണം. അടുത്തത് കോസ്റ്റ്. പ്രോഫിറ്റബിൾ ആയിട്ടുള്ളതും ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ നമുക്കത് ഒരുപാട് പൈസ ചെലവായിട്ട് ചെയ്യുന്ന ഒരു സംഭവമായാലും ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ദ പ്രൊജക്റ്റ്. ഇനി ലെവൽ ഓഫ് റിസ്ക്. റിസ്ക് കൂടുന്നതിനനുസരിച്ച് ഇൻകം കൂടും, പക്ഷെ നമുക്ക് താങ്ങാവുന്ന ഒരു റിസ്ക് ഉണ്ടല്ലോ. അപ്പൊ അത് പിന്നെ മറ്റ് കുറെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഇപ്പോ നമ്മുടെ പേ ബാക്ക്, അതുപോലെ എക്സ്പെക്റ്റഡ് ലൈഫ്, എൻവിയോൺമെന്റിന്റെ ഇമ്പാക്റ്റ്, ഇതൊക്കെ അതർ ഫാക്ടേഴ്സിൽ പെടുന്നതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതാണ്. സെലക്ഷൻ ഓഫ് പ്രൊജക്റ്റ് ഈസ് ദ മോസ്റ്റ് ക്രിട്ടിക്കൽ ഡിസിഷൻ ടു മേക്ക്. ആഫ്റ്റർ ഗാദറിംഗ് ലാർജ് നമ്പർ ഓഫ് പ്രൊജക്ട് പ്രൊഫൈൽ, the entrepreneur should consider the following factors അല്ലെങ്കിൽ criteria for selecting a particular project. First one is investment. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ എന്ത് സ്ട്രഗിൾ ആണെങ്കിലും അത് എത്രമാത്രം ഉണ്ടെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നല്ലൊരു ലൊക്കേഷൻ ആയിരിക്കണം, അതിനാവശ്യമുള്ള ടെക്നിക്കൽ നോളജ്, അതുപോലെ പ്രോഫിറ്റബിൾ ആയിരിക്കണം, റിസ്ക് ഉണ്ടായിരിക്കും, അത് ഏറ്റെടുക്കാൻ തയ്യാറാകണം, മാർക്കറ്റിന്റെ അവൈലബിലിറ്റി, അതുപോലെ തന്നെ നമ്മുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന കാര്യം. എന്താണ്, നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് തന്നെ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ചുറ്റുപാടിലെ ഏതൊരു പ്രൊഡക്റ്റ് നമ്മൾ ഇറക്കിയാലാണ് കോമ്പറ്റീഷൻ ഇല്ലാതിരിക്കുക? നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ പ്രൊഡക്റ്റും എത്രമാത്രം മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ എത്രമാത്രം കമ്പനികളുടെ പ്രൊഡക്റ്റ് ഉണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കി നോക്കൂ. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മളൊരു രാവിലെ എഴുന്നേറ്റു നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ്, നമ്മൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് സോപ്പ്, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈല്, നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം, നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു പ്രൊഡക്റ്റ് നിങ്ങൾ എടുത്തു നോക്കിക്കോ, അതിനൊക്കെ ടഫ് കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ ഈ കോമ്പറ്റീഷൻ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അതിനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും നോക്കണം. പിന്നെ ഗവൺമെന്റിന്റെ പോളിസീസും. 2 പോയിന്റും ഏകദേശം സാമ്യമുള്ളതാണ്, എന്ത്, സെലക്ഷനും സ്ക്രീനിങ്ങും. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഓരോ 4 മാർക്കിന്റെ അല്ലെങ്കിൽ ആ ഒരു ഷോർട്ട് എസ്സേയുടെ ഭാഗമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പോയിന്റ്സ് പഠിക്കുക, നിങ്ങൾക്ക് തന്നെ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ പോയിന്റ്സ് ഒരു ഓർമ്മ ഉണ്ടായിരിക്കണം മൈൻഡിൽ. ഓക്കെ, താങ്ക് യു.